ഇനിയിപ്പോൾ ഈ തോൽവിയൊക്കെ കഴിഞ്ഞ ശേഷം അത് വിലയിരുത്തുന്ന കാര്യങ്ങളിലേക്കൊക്കെ പാർട്ടി കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും വിലയിരുത്തലുകളും വിമർശനങ്ങളും ഒക്കെ നടന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗവും ഇന്ന് അവസാനിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമായി നിന്നത് തിരിച്ചടിക്ക് കാരണമായി എന്ന കേരള നിലപാട് അംഗീകരിക്കപ്പെട്ടില്ല. രാജസ്ഥാനിൽ വിജയിക്കാൻ കഴിഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ സഹായത്തോടെയാണെന്നും ഉത്തരേന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ വ്യക്തമാക്കി. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരളത്തിന്റെ ഒട്ടുമിക്ക നിലപാടുകളും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പരാജയത്തിന്റെ കാരണമായി. കുറേ കാര്യങ്ങൾ ഇന്നലെ നിരത്തിയപ്പോൾ അതുപോലും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനൊപ്പം നിന്നത് പരാജയത്തിന് കാരണമായെന്ന കേരള ഘടകത്തിന്റെ നിലപാട് കൂടെ സംശയലേശമില്ലാതെ തള്ളിക്കളയുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അല്ലേ? CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ നേതൃത്വത്തിനെതിരെ ഉയർന്നത്. പ്രധാനമായും ഇത് സംസ്ഥാനത്തുണ്ടായ പരാജയം, അത് സംസ്ഥാനത്തെ നേതൃത്വത്തിന്റെ പരാജയമായിട്ട് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നത്. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിൽ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ പരാജയപ്പെട്ടു. ഇതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തുന്നതിൽ പോലും സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ചർച്ചകളിലടക്കം വ്യക്തമാക്കിയത്. അതേസമയം സംസ്ഥാന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർത്തിയ വാദമെന്ന് പറയുന്നത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നതാണ് കേരളത്തിൽ തിരിച്ചടിയാകുന്നത്. പക്ഷേ ഈ വാദം കേന്ദ്ര കമ്മിറ്റിയിൽ ദേശീയ നേതാക്കൾ അടക്കം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും ഉത്തരേന്ത്യയിലെ ഉദാഹരണ വിജയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര നേതാക്കൾ ഇതിനെ ബദലായി നിന്നത്. രാജസ്ഥാനിലടക്കം വിജയം സ്വന്തമാക്കിയത് ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നപ്പോഴും അതുപോലെ തന്നെ കോൺഗ്രസിനൊപ്പോഴും നിലനിന്നത് കൊണ്ടാണെന്നാണ് കേന്ദ്ര നേതാക്കൾ അടക്കം വ്യക്തമാക്കിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ ഈ പരിഹാര നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കണമെന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി നൽകും. ഉച്ചയോടുകൂടി കേന്ദ്ര കമ്മിറ്റി അവസാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഒക്ടോബറിൽ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചുള്ള സമ്മേളനം ഒക്ടോബറിൽ ആരംഭിക്കുവാനും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ PB യോഗത്തിലടക്കം വലിയ വിമർശനങ്ങൾ തോൽവിയുമായി ഉണ്ടായിരുന്നു. തുടർച്ചയായി തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും സമാനമായ രീതിയിൽ സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലും ഉണ്ടായത്. സംസ്ഥാനത്തെ നേതാക്കളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പരാജയത്തിന് കാരണമായി നിരത്തിയ വാദങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്.